തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആരൊക്കെയെന്ന് നാളെ വളരെ കൃത്യമായി അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി ഒരു ദിവസം മാത്രം. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസാന ദിവസം. ശേഷിക്കുന്ന വിമതരെയും തലവേദന അപരന്മാരെയും പിൻവലിപ്പിക്കാനുള്ള ശ്രമം മുന്നണികൾ ഊർജിതമായി നടത്തുന്നു. സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. 269 പത്രികകൾ തള്ളി. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ ആശ്വാസം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ റജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. സത്യം ജയിച്ചെന്നും പരാജയഭീതി കൊണ്ടാണ് LDF പരാതി നൽകിയതെന്നും റജി ചെറിയാൻ പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തൊരു നിയമമില്ലേ, ആ നിയമം നടപ്പായി എന്നുള്ളതേ ഉള്ളൂ. പരാജയം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ ആ ഒരു വിഷമത്തിൽ ഉണ്ടായതാണ്, ഇതല്ല വേറൊന്നുമില്ല. കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിലെ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയുടെ രസീത് തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ കളക്ടറുടെ പരാതിയിലാണ് നടപടി. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചോ എന്ന ആരോപണം കോൺഗ്രസ് ആവർത്തിച്ചു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി കൊടുക്കാൻ LDF തയ്യാറായില്ല എന്നും വിമർശനം. 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രോപ്പർട്ടി ടാക്സ് അടച്ച ഒരു ബിൽഡിംഗ് കഴിഞ്ഞ ഇലക്ഷനിൽ തൻ്റെ സ്വന്തം വീടാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് കൊടുത്ത ബിൽഡിംഗ് എന്തുകൊണ്ട് തൻ്റെ അഫിഡവിറ്റിൽ നൽകിയിട്ടില്ല? അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. എൻ്റെ വക്കീലടക്കം, എൻ്റെ ഇലക്ഷൻ ഏജന്റ് അടക്കം, ഞാനടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒരു തുണ്ട് കടലാസിൽ പോലും ഒരു പരാതി കൊടുക്കാൻ, രാജചന്ദ്രസേനെതിരെ പരാതി കൊടുക്കുവാൻ LDF തയ്യാറല്ലായിരുന്നു. കണ്ണൂർ തോട്ടട പോളിടെക്നിക് കോളേജിൽ UDF സ്ഥാനാർത്ഥിയും SFI പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതിനിടെ വിമതരെയും അപരന്മാരെയും പിൻവലിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.